ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ പാഠം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? വായിച്ചിട്ടുണ്ടായിരുന്നോ മക്കള്? ഓക്കെ, എന്താണ് പാഠത്തിന്റെ പേരെന്താണ്? പൂച്ചക്കാരും മണികെട്ടും അല്ലേ? പൂച്ചയുടെ കാര്യം നമ്മൾ വായിച്ചു. ആരൊക്കെ പൂച്ചയുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞു അല്ലേ? ഒരുപാട് പേര് എന്റെ പൂച്ചയുടെ പേര് ഇന്നതാണ് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോ മിസ് ഒന്നുകൂടി വായിക്കാതെ ശ്രദ്ധിക്കുക. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു, പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനെലി, അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി, അവന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി, ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു അല്ലെ? എന്താണ് പറഞ്ഞത്? കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 10 ആണ് കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും, പേജ് നമ്പർ 10. അപ്പോ രണ്ടാമത്തെ പാഠം എന്താണ് പേര്? പൂച്ചക്കാര് മണികെട്ടും അല്ലെ? പൂച്ചക്കാരാണ് മണികെട്ടുക എന്നാണ്. കറക്റ്റ് ബിയോണ, അത് തന്നെ. ഓക്കെ, അപ്പൊ കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. അന്നും കണ്ടൻ പൂച്ച ചാടി വീണു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിവസവും ചാടി വീഴാറുണ്ട് അല്ലെ? അതൊരു പതിവാണ് എന്നർത്ഥം. അപ്പോ കണ്ടൻ പൂച്ച അന്നും ചാടി വീണു, പതിവ് പോലെ എലികൾ ചിതറിയോടി. എന്താണ് ചിതറിയോടുക പറഞ്ഞാല്? എന്താ അർത്ഥം ചിതറിയോടുക പറഞ്ഞ? ചിതറുക പറഞ്ഞ? ചിതറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? കൂട്ടം പിരിയുക അല്ലെ? ഒന്നിച്ചുള്ളത് എന്ത് ചെയ്യും? പിരിഞ്ഞു പോയി അല്ലെ? ചിതറിയോടി. നമ്മളിപ്പം കുറച്ച് കല്ലകളൊക്കെ കയ്യിൽ നിന്ന് വീണ എങ്ങനെയുണ്ടാവും? ഒന്നിച്ചിട്ടുണ്ടാവോ? ഇല്ല, അങ്ങ് ചിതറിപ്പോവും അല്ലെ? അതെ. അപ്പൊ ചിതറിയോടി. അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടു. നെക്സ്റ്റ് അതെന്നാ? പാവം ചിണ്ടനെലി. ചിണ്ടനെലി പാവാണെന്നാ പറയുന്നത് അല്ലെ? അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. അപ്പൊ ബാക്കി എല്ലാവരും ചിതറി ഓടിയപ്പോ ആര്? ചിണ്ടനെലി അവിടെ തന്നെ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി. കുതറുക എന്താ അർത്ഥം? കുതറുക രക്ഷപ്പെടുക അല്ലെ? കുതറുക രക്ഷപ്പെടുക. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി നോക്കി, പക്ഷെ ആയില്ല അല്ലെ? അവന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ദയനീയമായി പറഞ്ഞ എന്താണ്? ദയ തോന്നിക്കത്തക്കത് അല്ലെ? ദയ തോന്നിക്കത്തക്ക വിധത്തില്, അതാണ് ദയനീയമായി ചിണ്ടനെ നോക്കി, കണ്ടനെ നോക്കി. അരി കണ്ടൻ പൂച്ചയെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അല്ലെ? ചിലവർക്ക് എത്ര ദയനീയമായി കണ്ടാലും ഒരു സഹതാപവും തോന്നൂല അല്ലെ? അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് അല്ലേ? അപ്പോ എലി അതുപോലെയാണ് ഇവിടെ കണ്ടൻ പൂച്ച. എങ്ങനെയാ? ഭയങ്കര സാധനം തോന്നുന്നു അല്ലേ? അപ്പോ എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വരുമോ എന്ന് പറഞ്ഞാ വരില്ല അല്ലെ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. കഥ കഴിയുക എന്താണ്? തീർന്നു പോയി അല്ലെ? പാവം മരിച്ചുപോയി. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു അല്ലെ? ഓടിപ്പോയ എലികൾ ഉണ്ടല്ലോ ബാക്കി, ആര്? ചിണ്ടൻ ഒഴികെ ബാക്കി എല്ലാവരും ഓടിയിട്ടുണ്ട് അല്ലെ? അവരൊക്കെ എന്ത് ചെയ്തു? മാളത്തിൽ ഒളിച്ചിരുന്നു. എന്താണ് കീർത്തന? കീർത്തനക്ക് മനസ്സിലാവുന്നില്ലേ മലയാളം? കീർത്തന, പേജ് നമ്പർ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 10. ഏത് ടെക്സ്റ്റ് ബുക്ക്? ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 10. ഓക്കെ, അതില് ഈ ബുക്കാണ്? അല്ല, ഇത് മോള് 2ാം ക്ലാസ്സിലെ സെക്കൻഡ് 2 എഴുതിയ ബുക്ക്, മധുമൊഴി മലയാളം എന്നാണ്. അതായത് അത് മോളുടേതാണ്, അത് UKG കുട്ടിയുടേതാണ്. അതായത് മഹിമയുടേതാണ് ആ പുസ്തകം. ഓക്കെ, അല്ല അതുമല്ല, അത് LKG. നെക്സ്റ്റ് വൺ സെക്കൻഡ് എഴുതിയൊരു ബുക്കില്ലേ, 2 എഴുതിയ ബുക്ക്. അത് അതില് പേജ് നമ്പർ 10. ടേക്ക് പേജ് നമ്പർ 10. ഓക്കെ, അതാണ് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ, മോളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അതിൽ കണ്ടോ? പൂച്ചേനെ കണ്ടോ? ക്യാറ്റിനെ കണ്ടോ?
കണ്ടു കണ്ടു ഓക്കെ ഓക്കെ, അതാണ് പുസ്തകം. ഇതാണ് പുസ്തകം കേട്ടോ. ഇവിടെ കീർത്തന കീർത്തന ചെക്ക് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് മിസ് വായിക്കുന്നത് കേട്ടോ. അപ്പോ ഓടിപ്പോയ എലികൾ എസ് മാളത്തിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് ഓടിപ്പോയ എലികൾ എന്ത് ചെയ്തു? മാളത്തിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് അവ പേടിച്ച് വിറച്ചു. നാളെ ആരാ കണ്ടന്റെ പിടിയിൽപ്പെടുക? അതോർത്ത് എലികളുടെ ഉള്ളു കിടുങ്ങിയല്ലേ. അപ്പോ കണ്ടൻ പൂച്ച അന്നും ചാടി വീണു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം മുതലല്ലേ നമ്മള്. അപ്പോ ഇതൊരു പതിവായ ഡെയിലി ഉള്ള പണിയാണല്ലേ. അപ്പോ നാളെ ഇനി ആരാണ് കണ്ടന്റെ പിടിയിൽപ്പെടുക എന്നോർത്ത് അവര് പേടിച്ച് വിറച്ചു അല്ലെ. അവരുടെ ഉള്ളു കിടുങ്ങി. ഉള്ളു കിടുങ്ങി പറഞ്ഞ എന്താ? പേടിച്ച് വിറച്ചു അല്ലെ, മനസ്സിൽ പേടിയുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ എലികൾക്ക് ജീവിക്കാനാവില്ലല്ലോ, എന്തെങ്കിലും പോംവഴി കാണണം. മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി. അപ്പൊ ഇപ്പൊ 11ാമത്തെ പേജിലാണ് മിസ് വായിക്കുന്നത്. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാനാവില്ലല്ലോ, എന്തെങ്കിലും പോംവഴി കാണണം. പോംവഴി പറഞ്ഞ എന്താ അർത്ഥം? പോംവഴി, ഉപായം, സൂത്രം എന്നൊക്കെയാണ് അർത്ഥം. പോംവഴി, ഉപായം അല്ലെ. അപ്പോ ഇങ്ങനെ എലികൾക്ക് ഇങ്ങനെ പേടിച്ചുകൊണ്ട്, വേറൊരാളെ പേടിച്ചുകൊണ്ട് എപ്പോഴും ജീവിക്കാനാവില്ല അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പോംവഴി ഇതിന് കാണണം. മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോംവഴി, ഒരു സൂത്രം, ഉപായം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഒരു യോഗം ചേരും അല്ലെ. എന്തെങ്കിലും തീരുമാനമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ എലികളെയും വിളിച്ചുകൂട്ടി അവിടെ അല്ലെ. നമ്മളും അങ്ങനല്ലേ, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഒരു മീറ്റിംഗ് ചേരും അല്ലെ. അപ്പൊ ആ മീറ്റിംഗ് ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ എലികളെ എല്ലാം വിളിച്ചുകൂട്ടി. കണ്ടൻ പൂച്ച നാളെയും വരും. അപ്പൊ പറയണം എന്ത്? കണ്ടൻ പൂച്ച നാളെയും വരും അല്ലെ. നാളെയും ഇതേപോലെ വരും. ആരെങ്കിലും പിടിച്ചു തിന്നു. അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം. അതിനുള്ള വഴി കണ്ടെത്തണം അല്ലേ. മുണ്ടൻ എലികളോട് പറഞ്ഞു. അപ്പൊ നാളെയും കണ്ടൻ പൂച്ച വരും. അപ്പൊ എന്ത് ചെയ്യണം? അവന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും നമ്മള് രക്ഷപ്പെടണം. അതിനുള്ള വഴി കണ്ടെത്തണം. അപ്പോ മുണ്ടൻ എലിയാണ് അത് പറഞ്ഞത് അല്ലെ. കണ്ടൻ പമ്മി പമ്മിയല്ലേ വരുന്നത്, ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ അല്ലെ. പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നാം അറിയുകയുള്ളൂ. എന്താണ് ഷഹ്ബറക്ക്? ഷഹ്ബറ മിസ് എത്രാമത്തെ പാഠം? എവിടെയായിരുന്നു ഷഹ്ബറ? Why are you late? എന്തുകൊണ്ടാ ലേറ്റ് ആയത്? നെറ്റ് കിട്ടുന്നുണ്ടായിട്ടില്ല. അതെയാ. ഓക്കെ, നമ്മളിപ്പോ 11ാമത്തെ പേജ്, അതായത് 2ാമത്തെ പാഠത്തില് 2ാമത്തെ പേജ്, അതായത് 11ാമത്തെ പേജാണ് ഇപ്പൊ എടുക്കുന്നത്, വായിക്കുന്നത്. 2ാമത്തെ പാഠമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ താഴെയുള്ളത്. അത് തന്നെ, ഇതന്നെ ഈ പേജ്. ഓക്കെ ഓക്കെ, മുഹമ്മദ് ആബിസ് നല്ലൊരു ചിത്രമൊക്കെ വരച്ചിട്ട് കണ്ടുവല്ലോ മിസ് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ? വെരി ഗുഡ്. ടെക്സ്റ്റ് എവിടെ? വെർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്സ്? ടെക്സ്റ്റ് ബുക്ക് എവിടെ മോന്റെ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ എന്താണ്? കണ്ടൻ പമ്മി പമ്മിയല്ലേ വരുന്നത്. കണ്ടൻ പമ്മി പമ്മിയല്ലേ വരിക. പമ്മി പമ്മി വരിക പറഞ്ഞ എങ്ങനെയാ? ഒളിച്ചൊളിച്ച് വരുന്നതിനാ പറയല്ലേ. പമ്മി പമ്മി, പതുങ്ങി പതുങ്ങി, പതുങ്ങി പതുങ്ങി വരുന്നതിനാ പറയാ അല്ലെ. പമ്മി പമ്മിയല്ലേ വരുന്നത്, ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക അല്ലേ? കണ്ടൻ ഇങ്ങനെ ഒളിച്ചൊളിച്ച് പതുങ്ങിയാണ് വരുക. പിന്നെ ഒറ്റ ലേശം ഒച്ചയും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ അറിയുക അല്ലേ? പിടിച്ചു തിന്നാലേ നമ്മൾ അറിയൂന്ന് പറഞ്ഞു. ആര്? പിന്നെ എങ്ങനെ രക്ഷപ്പെടാനാണ്? കിണ്ടനെലി ചോദിച്ചു. അവന്റെ വരവ് മുൻകൂട്ടി അറിയണം. അപ്പൊ ആരുടെ? കണ്ടൻ പൂച്ചയുടെ വരവ് മുൻകൂട്ടി അറിയണം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അതിനുള്ള വഴി തുണ്ടനെലി ചോദിച്ചു.
അത് മുൻകൂട്ടി അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാറി നിൽക്കാം അല്ലെ, മാറി നിൽക്കാം, ഒളിച്ചു നിൽക്കാം. അതുകൊണ്ട് അവന്റെ വരവ് മുൻകൂട്ടി അറിയാനുള്ള ഒരു വഴിയാണ് ഇപ്പൊ അവരന്വേഷിക്കുന്നത് അല്ലെ. അപ്പോ വേറൊരാൾ എന്താ പറയുന്നു നോക്കിയേ, കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ, കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ എന്ന് ചോദിച്ചു. അവൻ വരുമ്പോൾ മണി കിലുങ്ങും. അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെ. കണ്ടന്റെ കഴുത്തിൽ മണി കെട്ടിയാല് അവൻ വരുമ്പോ എന്തുണ്ടാവും? മണി കിലുങ്ങും അല്ലേ. അപ്പൊ അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു. മുണ്ടൻ പറഞ്ഞു. അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി അല്ലെ. അത് നല്ലൊരു ഉപായം തന്നെയെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ എന്താണ് ചോദ്യം അവിടെ വരുന്നത്? മണി എവിടെ നിന്ന് കിട്ടും എന്നാണ് ഒരാൾ ചോദിച്ചത് അല്ലെ. എന്ത്? തുണ്ടന് സംശയമില്ല, എവിടെ നിന്നാണ് മണി നമുക്ക് കിട്ടുവാന്ന് ചോദിച്ചു. അടുത്ത ആൾ എന്താ വരുന്ന? അന്നേരം പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. മുണ്ടൻ തന്നെ അത് ഏറ്റെടുത്തു. കണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. ആശ്വസിക്കുക എന്താ അർത്ഥം? സമാധാനിക്കുക അല്ലെ. ആശ്വസിക്കുക, സമാധാനിക്കുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മണി കെട്ടിക്കഴിഞ്ഞാല് നമുക്ക് പേടിക്കണ്ട അല്ലെ, കണ്ടൻ പൂച്ചനെ പേടിക്കണ്ട എന്ന് എല്ലാവരും ആശ്വസിച്ചു, സമാധാനിച്ചിരുന്നു. പക്ഷേ അപ്പോൾ തുണ്ടന് പുതിയൊരു സംശയമുണ്ടായി. എന്താണ്? പൂച്ചക്കാരാണ് മണി കെട്ടുക? പൂച്ചയുടെ അടുത്ത് പോണ്ടേ അല്ലേ? പൂച്ചക്കാര് മണി കെട്ടും? അത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാൾക്കും പറ്റില്ല അല്ലെ കണ്ടൻ പൂച്ചയെ എടുത്ത് ധൈര്യത്തിൽ പോവാൻ. ഏതാൾക്കാര് തുണ്ടലെലിക്കാവില്ല, മുണ്ടലെലിക്കാവില്ല, ഏതെലിക്കും പറ്റില്ല അല്ലെ. പേടിയുണ്ട്. കാരണം അവരുടെ ജീവനിൽ പേടിയില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് ഉണ്ടാവില്ലേ പേടി? അപ്പോ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോയി. എന്ത്? പൂച്ചക്കാരാണ് മണി കെട്ടുക എന്ന് അല്ലെ. ആർക്കും അതിനുള്ള ധൈര്യം ഇല്ല. മനസ്സിലായോ? അപ്പൊ പൂച്ചക്കാര് മണി കെട്ടും, അതാണ് നമ്മുടെ പാഠത്തിന്റെ പേരും. എന്ത്? പൂച്ചക്കാരാണ് മണി കെട്ടുക എന്നത് അല്ലെ. അപ്പോ നമ്മൾക്ക് എന്താണ് ഈ ഒരു പാഠം? നമ്മൾ ജന്തുകഥകൾ കേൾക്കാനും, അതായത് പൂച്ചയെയും എലിയെയും ഒക്കെ നമ്മൾ കേൾക്കാനും, അവരോടുള്ള സ്നേഹം ഉണ്ടാവാനും, അവരുടെ കാര്യങ്ങൾ അറിയാനുള്ള കൗതുകം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു കഥയാണിത് അല്ലേ. അപ്പോ പാഠഭാഗം മിസ് ഒന്നുകൂടി ഒന്ന് വായിക്കാം കേട്ടോ. കുറച്ച് വലിയ ഭാഗത്തിലേക്ക് നമ്മൾ വരുവാണേ. സെക്കൻഡ് സ്റ്റാൻഡേർഡില് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം വായിക്കാനുണ്ടല്ലേ. അലന് എന്ത് പറ്റി? അലൻ കണ്ണിന് എന്തെങ്കിലും ഉണ്ടോ? ഫോൺ കാണുമ്പോ ഫോൺ കുറെ നേരം നോക്കുമ്പോ കണ്ണിന് വേദന എന്ന് പറയുന്നത്. കണ്ണെന്തോ ഒരു കുഞ്ഞതായ പോലെ തോന്നുന്നു. കണ്ണിന്ന് വെള്ളം വരുന്നു. അതെ അല്ലേ. ഓക്കെ. അപ്പോ ഒന്നുകൂടി മിസ് അത് വായിക്കാം, ശ്രദ്ധിക്കുക. നമ്മുടെ പാഠത്തിന്റെ പേര് പൂച്ചക്കാരു മണികെട്ടും. ചിഹ്നങ്ങൾ ശ്രദ്ധിക്കണേ, എന്നാലേ നമുക്ക് വായിക്കാൻ പറ്റൂ അല്ലെ. പൂച്ചക്കാരു മണികെട്ടും. അപ്പൊ ശ്രദ്ധിക്കുക. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനെലി, അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി, അവന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് അവ പേടിച്ചു വിറച്ചു. നാളെ ആരാണ് കണ്ടന്റെ പിടിയിൽപ്പെടുക? അതോർത്ത് എലികളുടെ ഉള്ള് കിടുങ്ങി. അത്ര പോരെയാണ് ആ ഫസ്റ്റ് പേജിലുള്ളത് അല്ലെ. സെക്കൻഡ് പേജ് നോക്കിയേ. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാനാവില്ലല്ലോ, എന്തെങ്കിലും പോംവഴി കാണണം. മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി. കണ്ടൻ പൂച്ച നാളെയും വരും, ആരെയെങ്കിലും പിടിച്ചു തിന്നും. അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി കണ്ടെത്തണം. മുണ്ടൻ എലികളോട് പറഞ്ഞു. കണ്ടൻ പമ്മിയല്ലേ വരുന്നത്, ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ, പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? കിണ്ടനെലി ചോദിച്ചു. അവന്റെ വരവ് മുൻകൂട്ടി അറിയണം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അതിനെന്തു വഴി?
തുണ്ടനെലി ചോദിച്ചു. കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ? അവൻ വരുമ്പോൾ മണി കിലുങ്ങും. അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം, മുണ്ടൻ പറഞ്ഞു. അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ മണി എവിടുന്ന് കിട്ടും? തുണ്ടന് സംശയം തീർന്നില്ല. ഞാൻ കൊണ്ടുവരാം. മുണ്ടൻ തന്നെ അത് ഏറ്റെടുത്തു. കണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. അപ്പോൾ തുണ്ടന് പുതിയൊരു സംശയമുണ്ടായി. പൂച്ചക്കാരു മണി കെട്ടും? അത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഇതാണ് കഥ അല്ലേ? ഓക്കെ, വായിക്കാൻ അറിയോ ഏതെങ്കിലും മക്കൾക്ക്? വായിക്കാൻ പറ്റുമോ ഇത്? ഓക്കെ, ആരാ വായിക്കുന്നേ? ഓക്കെ, റിച്ചാർഡ് സിജോ. ഓക്കെ, വായിച്ചു. പാഠം 2. പൂച്ചയ്ക്കാര് മണിക്കെട്ട്. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിന്തനെലി അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് ഉതറി നോക്കി. അവനെ അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്നൊരു ഒരു തുള്ളി വരുമോ? കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. അവ പേടിച്ചു വിറച്ച് നാളെ ആരെയാണ് കണ്ടന്റെ പെടുക അതോർത്ത് എലികളുടെ ഉള്ളു കിടുങ്ങി. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാൻ ആവില്ലല്ലോ. എന്തെങ്കിലും പോംവഴി കാണണം, മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചു കൂട്ടി. മുണ്ടൻ പൂച്ച നാളെയും വരും. ആരെങ്കിലും പിടിച്ചു തിന്നും. അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം. അതിനുള്ള വഴി കണ്ടെത്തണം, മുണ്ടൻ എലികളോട് പറഞ്ഞു. കണ്ടൻ പമ്മി അല്ലേ വരുന്നത്? ഒട്ടും ഒച്ചയുണ്ടാവില്ല. തിരിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? ചിണ്ടനെലി ചോദിച്ചു. അവന്റെ വരവും മുൻകൂട്ടി അറിയണം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അതിനെന്തു വഴി? തുണ്ടനെലി ചോദിച്ചു. കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ? അവൻ വരുമ്പോൾ മണി കിലുങ്ങും. അത് കേട്ടാൽ രക്ഷപ്പെടാം, മുണ്ടൻ പറഞ്ഞു. അത് കൊള്ളാമെന്ന്. പക്ഷെ മണി എവിടുന്ന് നിന്നു കിട്ടും? തുണ്ടനു സംശയം തീർന്നില്ല. ഞാൻ കൊണ്ടുവരാം, മുണ്ടൻ തന്നെ അത് ഏറ്റെടുത്തു. കണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്നു രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. അപ്പോൾ തുണ്ടന് പുതിയൊരു സംശയമുണ്ടായി. പൂച്ചയ്ക്കാരു മണി കെട്ടും? അതു കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. ഓക്കെ, വെരി ഗുഡ്. റിച്ചാർഡ് നന്നായി വായിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആരാ? അലൻ ജോസഫ്. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു.
പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനെലി, അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്നു കുതറി നോക്കി, അവന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവുമുണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടും പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. ഇതു കണ്ട് അവ പേടിച്ചു വിറച്ചു. നാളെ ആരാണ് കണ്ണന്റെ പിടിയിൽ പെടുക? അതോർത്ത് എലികളുടെ ഉള്ളു കിടങ്ങി. ഇങ്ങനെ എലികൾക്കു ജീവിക്കാനാവില്ലല്ലോ. എങ്കിലും പോം വഴി കാണണം. മുണ്ടനെലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചു കൂട്ടി. കണ്ടൻ പൂച്ച നാളെയും വരും. ആരെയെങ്കിലും പിടിച്ചു തിന്നും. പിന്നിൽ നിന്ന് രക്ഷപ്പെടണം. നുള്ള വഴി കണ്ടെത്തണം. കണ്ടൻ എലികളോടു പറഞ്ഞു. കണ്ടൻ പമ്മി പമ്മിയല്ലേ വരുന്നത്. ഒട്ടും ഒച്ച ഉണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ. പിന്നെ എങ്ങനെയാണു ചിണ്ടനെ ചോദിച്ചു. അവന്റെ വരവ് മുൻകൂട്ടി അറിയണം. എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. വഴി ചുണ്ടനെലി ചോദിച്ചു. കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ? അവൻ വരുമ്പോൾ മണി തിരുങ്ങും. അതു കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം. പറഞ്ഞു. അതു കൊള്ളാമെന്ന്. പക്ഷേ മണി അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ മണി
വിടെ കിട്ടും. തുണ്ടനു സംശയം തീർന്നില്ല. ഞാൻ കൊണ്ടുവരാ. മുണ്ടൻ അത് മുണ്ടൻ തന്നെ അതേറ്റെടുത്തു. അതേറ്റെടുത്തു. ആ കണ്ടൻ പൂച്ച യുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. അപ്പോൾ പുതിയൊരു ഉണ്ടായി. പൂച്ചയ്ക്കാരു മണി കെട്ടും. അതു കേട്ട് എല്ലാവരും മൂക്കത്തു വിരൽ വെച്ചു പോയി. അത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി. നല്ലപോലെ വായിക്കണേ. എല്ലാം കൂട്ടി 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 വായിക്കുന്നുണ്ടല്ലേ. എല്ലാവരും അതുപോലെ വായിച്ച് വായിച്ച് കുറച്ച് സ്പീഡിൽ വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് ആരാ? നീലാഞ്ജന ഒന്ന് വായിച്ചേ മോളെ. എല്ലാ മക്കളെ അടുത്ത ദിവസം വായിപ്പിക്കുവേ. അപ്പൊ എല്ലാരും വായിച്ചിട്ട് വരണേ. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറി ഓടി. പാവം ചിണ്ടനെലി അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. കുതറി നോക്കി. നാസക്കുട്ടി അതിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഇർഷാദേ, എന്താ പരിപാടി ഇർഷാദേ? ദയനീയമായി. ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. അപ്പൊ അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്യണം മക്കള്? വീട്ടിൽ നിന്ന് നല്ലതുപോലെ ഇതൊന്ന് വായിക്കണം കേട്ടോ. കൂട്ടി 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 വായിച്ചിട്ട് പിന്നെ നല്ല സ്പീഡിൽ വായിക്കാൻ പഠിക്കണം കേട്ടോ. എല്ലാ മക്കളും എന്ത് ചെയ്യാ? ഒരു 2-3 പ്രാവശ്യമെങ്കിലും വായിക്കണം. എന്നിട്ട് മിസ്സിന് ഒരു ഓഡിയോ ക്ലിപ്പ് ഇട്ട് തരണേ. ക്ലാസ്സിൽ നിന്ന് വായിപ്പിക്കും മിസ് അടുത്ത ദിവസം. എല്ലാ മക്കളും വായിക്കാൻ പഠിക്കണം കേട്ടോ. ഒന്ന് മിസ് പേര് വിളിക്കാം എല്ലാവരെയും. മുഹമ്മദ് ആബിസ്, ഹാദി ഹൈദർ, ദേവർഷ പി, നാസ മറിയം, നീലാഞ്ജന കെ വി, റിച്ചാർഡ് സിജോ, ദേവാങ് കെ, കീർത്തന, ആയുഷ് വി വി, സൽമാൻ നാസർ, അമൃത, ജോവിൻ ജോയൽ, നൈല ഷക്കീർ, നാസ മറിയം, ദേവാങ് കെ, അമാൻ മാധവ്, ഷഹ്ബറ, നിയാദാസ്, അൻവിത കെ, അലൻ ജോസഫ്, ബിയോണ നോബിൾ, ഫാത്തിമ കെ എം, ഇഷിക രാജ്,
ജിയാറോസ് ജേസൺ, ദീക്ഷിത് വി, അഫ്രാസ് യൂസഫ്, അഫ്രാസ് അല്ല റസീൻ, സോറി. ഓക്കെ, സൽമാൻ നാസർ, ഹാദി ഹൈദർ, ദേവർഷ പി, വായിച്ചു അല്ലേ ദേവർഷനെ ഞാൻ. നെക്സ്റ്റ് നൈല ഷക്കീറും പിന്നെ മുഹമ്മദ് മുക്താസിൻ, ആരവ് പി, അൻവിത കെ വായിച്ചു, ഇർഷാദ്